ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എൻ്റെ ഒരു ദിവസത്തെ കാര്യങ്ങളോട്ടോ പറയാൻ പോകുന്നത്. രാവിലെ തന്നെ അമ്മച്ചി നല്ല ചായ എനിക്ക് ഉണ്ടാക്കി തന്നു കേട്ടോ. എന്നിട്ട് പറഞ്ഞു എടാ കറി വെക്കണം, ഒരു തേങ്ങ പൊതിക്കുന്നു പറഞ്ഞപ്പോൾ ഞാൻ തേങ്ങ പൊതിക്കാനായിട്ട് പോയിട്ടോ. അപ്പോൾ കൂട്ടിയിട്ടേക്കുന്ന തേങ്ങയിൽ നിന്ന് ഒരു വലിയ ഉണക്കത്തേങ്ങ തന്നെ നോക്കി ഞാനത് പൊതിച്ചു. കാരണം പച്ചത്തേങ്ങ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഉണക്കത്തേങ്ങയൊക്കെ പൊതിച്ച് അമ്മച്ചിക്ക് കൊടുക്കാനായിട്ട് ചെന്നപ്പോൾ അമ്മച്ചി അത് മേടിക്കാനായിട്ട് അവിടെ കാത്തു നിൽക്കുന്ന പോലെ ഉണ്ടായിരുന്നു. അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ അകത്തേക്ക് പോയത് തിരിച്ച് വന്നിട്ട് പറഞ്ഞു ഇത് ആരാ പൊട്ടിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പൊട്ടിച്ചു കൊടുക്കാനായിട്ട് ഞാൻ ആ തേങ്ങ മേടിച്ച് പൊട്ടിച്ചു കൊടുത്തോട്ടോ. അതുമായി വിശക്കണമെന്ന് പറഞ്ഞപ്പോൾ അമ്മച്ചി എനിക്ക് ചോറും ചെറുപയർ തോരനും പിന്നെ പുഴുവക്കറി ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. ഞാൻ അതൊക്കെ കൂടെ കഴിച്ചിട്ട് മെല്ലെ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ മയിൽ വരണം, അവിടെ സ്ഥിരമായിട്ട് വരുന്ന കേട്ടോ. അവൻ അതിലിങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും എല്ലാം ഞാൻ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ വീടിൻ്റെ പരിസരമൊക്കെ കാണിച്ചിട്ടേക്കുന്ന കണ്ടില്ലേ. ഇന്നലെ രാത്രി പന്നിക്കുട്ടം വന്നിട്ട് എല്ലാം ചെയ്തേക്കാണ്. അപ്പോൾ അത് മാത്രം ഓർത്ത് സമാധാനിച്ച് മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ മുറ്റത്ത് അതിനെക്കാട്ടും വലിയ അവസ്ഥയിലാണ് കേട്ടോ അവനവിടെ കാണിച്ചിട്ടേക്കണത്. കണ്ടം പൂട്ടുന്നതിനെക്കാട്ടും കഷ്ടമായിട്ടാണ് പന്നി അവിടെ കാണിച്ചിട്ടേക്കണത്. നമ്മൾ എന്ത് ചെയ്യാൻ, ആരോട് പറയാം. ഇതൊക്കെ തന്നെയാണ് ഫോറസ്റ്റിനോട് ചേർന്ന് നിൽക്കുന്ന എല്ലാവരുടെയും അവസ്ഥ എന്ന് പറഞ്ഞാൽ സമാധാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത തൊട്ടപ്പുറത്ത് വീട്ടിലൊരു മയില് ചേട്ടൻ വന്നിട്ട് നല്ല ഡാൻസാട്ടോ. അപ്പോൾ പന്നി കാണിച്ച് വെച്ചേക്കുന്ന ആ ഒരു വിഷമം മൊത്തം ആ മയിലിൻ്റെ ഡാൻസിൽ ഞാനെല്ലാം മറന്നു പോയിട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോൾ അമ്മച്ചി എന്നോട് പറഞ്ഞു എടാ അവിടെ കുറച്ച് തേങ്ങയിട്ട് പറമ്പിലെടുക്കാൻ പോകുന്നു പറഞ്ഞ് ഞാൻ പോകുന്ന വഴിക്ക് വീടിൻ്റെ അടുത്ത് കുറച്ചങ്ങ് ചെന്ന് കഴിയുമ്പോൾ അവിടെ താറാവിനെ മേയ്ക്കാനായിട്ട് കുറച്ച് പേര് വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ താറാവൊന്നും ഉണ്ടായിരുന്നില്ല, ആ കൂട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതൊക്കെ കാണാൻ കാഴ്ചയാണ്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ മെല്ലെ പാടത്തേക്ക് മെല്ലെ നടന്നു കേട്ടോ. ഇതുവഴി കുറേ ദൂരം നടക്കണം. കുറച്ചങ്ങ് നടന്നു കഴിഞ്ഞ് പാടത്തെത്തി. അവിടെ എത്തിയിട്ട് വട്ടം തിരിഞ്ഞ് നോക്കിയപ്പോൾ അവിടെയും പന്നികളുടെ അതേ അവസ്ഥ തന്നെ കേട്ടോ. കുത്തി മറിച്ച് ആകപ്പാടെ അലങ്കോലാക്കിയിട്ടുണ്ട്. എൻ്റെ ആകപ്പാടെ ഒരു തെങ്ങും തൈയുടെ ചോട്ടിലൊക്കെ അവൻ ചെറുതായിട്ട് പണിതിട്ടുണ്ട്. ഇത് അവിടെ തോടിൻ്റെ സൈഡും പറമ്പിൻ്റെ സൈഡിലൊക്കെ ഇവിടെ ഒരുപാട് ചൂണ്ടക്കാരുണ്ടായിരുന്നു. എന്നെ കണ്ടപ്പോൾ അവർക്ക് മെല്ലെ എഴുന്നേറ്റ് പോയിട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ മോട്ടോർ പേരയും തേങ്ങയെല്ലാം വലിച്ച് ചാക്കിനകത്താക്കി കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി അതെല്ലാം ഏറ്റി റോട്ടിലേക്ക് എത്തിക്കണം. വേറെ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ വീഡിയോ പിടിക്കാനൊക്കെ. പോകുന്ന വഴിക്ക് ചെറിയൊരു പാലമുണ്ട്. ആ പാലത്തിൽ കൂടെ ഇങ്ങനെ അഭ്യാസം കാണിച്ച് അപ്പുറത്ത് കിടന്ന് തേങ്ങ ഞാൻ ആ തിണ്ടിൻ്റെ മുകളിലേക്ക് കയറ്റിയിട്ടു കേട്ടോ. കയറ്റിയിട്ട് കുറേ നേരം കഴിഞ്ഞപ്പോൾ വണ്ടിക്കാരനെ വിളിച്ച് വരുത്തി വണ്ടിയിൽ കയറ്റി ഞാൻ വീട്ടിലേക്ക് പോകാം കേട്ടോ. വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ ഡ്രൈവർ ചേട്ടൻ എൻ്റെ കൂടെ ഇറക്കാനൊക്കെ കൂടിയിട്ടോ. അപൂർവങ്ങളാണ് ഡ്രൈവർമാരെ നമ്മളിങ്ങനെ സഹായിക്കാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ളൊരു സ്നേഹം ഉണ്ടാവും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ആളെ പറഞ്ഞു വിട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ആ തേങ്ങയെല്ലാം ഒതുക്കി വയ്ക്കുന്നതിനായി വീടിൻ്റെ പുറകുവശത്ത് എല്ലാം കൊണ്ടുപോയി കൂട്ടിയിട്ട് സമാധാനമായി. അത് കഴിഞ്ഞപ്പോൾ ഒരു കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായി കഴിഞ്ഞപ്പോൾ സമയം ഏകദേശം 5:26 അപ്പോൾ അമ്മച്ചിയോട് ചോദിച്ചു എന്താ കഴിക്കാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ അമ്മച്ചി നല്ല അടിപൊളി പിടി വീണ്ടും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കോഴിക്കറി ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ കോഴിക്കറി ആവുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ കോഴിക്കറിയായി. ഞാൻ കുറച്ച് ഇട്ടു. അത് കഴിഞ്ഞിട്ട് കുറച്ച് കോഴിക്കറിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഭക്ഷണം കഴിച്ചു. രാവിലെ മുതലുള്ള പണിയായിരുന്നു കേട്ടോ. സൂപ്പർ പിടിയും നല്ല കോഴിക്കറിയായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിച്ചു കേട്ടോ. അങ്ങനെ വയറ് നിറഞ്ഞ് ഇന്നത്തെ ദിവസം അങ്ങനെ അവസാനിച്ചു. ഓക്കെ, ബൈ.